ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ കർത്താവായ ഈശോയുടെ പുനരുത്ഥാനം ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണല്ലോ. ഈസ്റ്ററിൻ്റെ ദിനങ്ങൾ സമാഗതമാവുകയാണ്. ഈസ്റ്ററിന് മുൻപുള്ള പീഡാനുഭവ വെള്ളിയും ദുഃഖശനിയും അതുപോലെ തന്നെ വലിയ ആഴ്ചയിലെ മറ്റ് പ്രധാന സംഭവങ്ങൾ ഉൾപ്പെടുന്ന ദിവസങ്ങളെല്ലാം ഓരോന്നോരോന്നായി നമ്മൾ കടന്നു കഴിഞ്ഞു. ഈശോയുടെ പുനരുത്ഥാനം വലിയ ഒരു പ്രത്യാശയുടെ സന്ദേശമാണല്ലോ നമുക്ക് തരുന്നത്. സന്ദേശം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഈശോയുടെ പുനരുത്ഥാനം ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മരണാനന്തരം നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ള സ്വാഭാവികമായ ഒരു ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട്. സാധാരണയായി നമ്മളുടെയും നമ്മുടെ മക്കളുടെയും ഒക്കെ നല്ല ഭാവിക്കായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നവരാണ്. മക്കളുടെ കാര്യമാണെങ്കിൽ അവരുടെ നല്ല ഭാവി സുരക്ഷിതമാക്കി തീർക്കുവാൻ അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസ മേഖലകൾ, ജോലി സംബന്ധമായ കാര്യങ്ങൾ, ആരോഗ്യപരമായ കാര്യങ്ങൾ, ഇതെല്ലാം ഒരു നല്ല ഭാവിയെ ലക്ഷ്യം വെച്ച് ചെയ്യുന്നവയാണ്. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവി കാര്യം എന്നുള്ളത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗ സൗഭാഗ്യം അനുഭവിച്ച് കഴിയുക എന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ ഈശോയുടെ പുനരുത്ഥാനം നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു സംഗതി, ദൈവഹിതപ്രകാരം ജീവിക്കുകയും ദൈവഹിതപ്രകാരം മരിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യമായ ഒരു സമ്മാനം പുനരുത്ഥാനത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അത് ഈശോ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിലും പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലൊക്കെ മക്ബായരുടെ 2-ാം പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൽ 39 മുതലുള്ള തിരുവചനങ്ങളിൽ വീരപുരുഷനായ യൂദാസ് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ, യുദ്ധത്തിൽ മരണമടഞ്ഞ പടയാളികളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി അദ്ദേഹം നടത്തുന്ന ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്ന് പോലും എടുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്ക് ദൈവം കരുതി വച്ചിരിക്കുന്ന സമ്മാനത്തിൽ അദ്ദേഹം പ്രത്യാശ അർപ്പിച്ചു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ഈ 2-ാമത്തെ മക്ബായരുടെ പുസ്തകത്തിൽ ദൈവഭക്തിയോടെ ജീവിച്ചിരിക്കുന്നവർക്ക്, ദൈവഭക്തിയോടെ മരിക്കുന്നവർക്ക് ദൈവം കരുതി വയ്ക്കുന്ന സ്വർഗീയ സമ്മാനത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവർ. ഇത് തന്നെയാണ് നമുക്കും വേണ്ടത്. നമ്മൾ ദൈവഭക്തിയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം ജീവിക്കുക, ദൈവഹിതപ്രകാരം തന്നെ മരിക്കുക. ദൈവഹിതപ്രകാരം തന്നെ ദൈവം എങ്ങനെയാണോ മരണം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി, ഈശോയുടെ മരണം ദൈവം ക്രമീകരിച്ച ഒരു രീതിയിൽ തന്നെയാണ് സംഭവിച്ചത്. അതുപോലെ നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു മരണം. അപ്പോൾ ദൈവം തന്നെ നമുക്ക് നമ്മുടെ മരണാനന്തര ഭാവി കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ടുള്ള സ്വർഗീയ സമ്മാനം നമുക്ക് ലഭിക്കും. അപ്പോൾ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പുനരുത്ഥാനം ചെയ്ത ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹോഷ്മളമായ ഈസ്റ്റർ ആശംസിക്കുന്നു. പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ്.